നമസ്കാരം. ട്രിപ്പിൾ പി വാർത്താ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ ഈ വാർത്ത ശ്രദ്ധിക്കണം. സാധാരണയായി ഈ മാസം 25-ന് നൽകേണ്ടിയിരുന്ന ക്ഷേമ പെൻഷൻ ഇത്തവണ നേരത്തെ തന്നെ വിതരണം ചെയ്യാൻ തീരുമാനിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഓഗസ്റ്റ് 19 മുതൽ പെൻഷൻ വിതരണം ആരംഭിച്ചതായാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. അതോടൊപ്പം ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി പെൻഷനും സംബന്ധിച്ച തുക, ഗുണഭോക്താക്കളുടെ എണ്ണം, 3000 പെൻഷൻ സംബന്ധിച്ച ചർച്ച, ഏറ്റവും പ്രധാനമായി മസ്റ്ററിംഗ് 2026 സംബന്ധിച്ച സമയപരിധി, ഇവയെല്ലാം ഈ വീഡിയോയിൽ വിശദമായി പരിശോധിക്കാം. ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. സാധാരണയായി മാസം 25-ന് നൽകേണ്ട പെൻഷൻ ഇത്തവണ അതിനു മുൻപായി വിതരണം ചെയ്യാൻ തീരുമാനിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഓഗസ്റ്റ് 19 മുതൽ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചതായാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് പെൻഷൻ ലഭിക്കേണ്ട ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടിലൂടെയോ ബന്ധപ്പെട്ട വിതരണ സംവിധാനത്തിലൂടെയോ തുക ലഭിച്ചു തുടങ്ങുന്ന സാഹചര്യമാണ്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ ഗുണഭോക്താക്കൾക്കും ഒരേ ദിവസം തന്നെ അക്കൗണ്ടിൽ പണം എത്തണമെന്നില്ല. സർക്കാർ വിതരണ നടപടികളും ബാങ്കിംഗ് പ്രക്രിയകളും അനുസരിച്ച് ക്രെഡിറ്റ് സമയത്തിൽ വ്യത്യാസം ഉണ്ടാകാം. അതുകൊണ്ട് 19-ാം തീയതി മുതൽ വിതരണം ആരംഭിച്ചു എന്ന വാർത്ത കേട്ടാൽ ഉടൻ തന്നെ എല്ലാവരുടെയും അക്കൗണ്ടിൽ പണം എത്തിയിരിക്കണമെന്ന് കരുതേണ്ടതില്ല. ഇനി ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി പെൻഷനും സംബന്ധിച്ച കണക്കുകളിലേക്ക്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ വിതരണത്തിനായി ഏകദേശം 1095 കോടി അനുവദിച്ചിരിക്കുന്നു. അതോടൊപ്പം ഏകദേശം 62.22 ലക്ഷം ഗുണഭോക്താക്കൾ ഈ പെൻഷൻ വിതരണ സംവിധാനത്തിൽ ഉൾപ്പെടുന്നതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇത്രയും വലിയൊരു വിഭാഗം ആളുകളിലേക്കാണ് ഓരോ മാസവും പെൻഷൻ എത്തുന്നത്. അതുകൊണ്ട് തന്നെ പെൻഷൻ വിതരണം ആരംഭിച്ചോ അക്കൗണ്ടിൽ തുക എത്തിയോ എന്നറിയാൻ നിരവധി ഗുണഭോക്താക്കൾ കാത്തിരിക്കുകയാണ്. ഇനി പലരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഇനി ക്ഷേമ പെൻഷൻ 3000 ആക്കുമോ? 3000 പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന വാഗ്ദാനം സംബന്ധിച്ച് ചർച്ച ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എല്ലാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കും 3000 പെൻഷൻ ലഭിക്കുന്നു എന്ന് പറയാനുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ലഭ്യമല്ല. അതിനാൽ സോഷ്യൽ മീഡിയയിലോ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ 3000 പെൻഷൻ തുടങ്ങിയ എന്ന തരത്തിലുള്ള വാർത്തകൾ കാണുമ്പോൾ അത് ഔദ്യോഗിക ഉത്തരവാണോ എന്ന് പരിശോധിക്കണം. സർക്കാർ ഉത്തരവ് പുറത്തു വന്നാൽ മാത്രമേ പെൻഷൻ തുകയിൽ ഔദ്യോഗിക മാറ്റം വന്നതായി ഉറപ്പിച്ച് പറയാൻ കഴിയൂ. അതുകൊണ്ട് ഇപ്പോൾ 3000 സംബന്ധിച്ച വാർത്തയെ സ്ഥിരീകരിക്കാത്ത വിവരമായി മാത്രം കാണുക. ഇനി പെൻഷൻ വാങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മസ്റ്ററിംഗ് 2026. 2025 ഡിസംബർ 31 മുൻപ് പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് മസ്റ്ററിംഗ് നടത്താനുള്ള അവസരം 2026 സെപ്റ്റംബർ 30 വരെ ഉണ്ടെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പെൻഷൻ വാങ്ങുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കണം. മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടവർ അവസാന ദിവസത്തേക്ക് കാത്തിരിക്കാതെ നേരത്തെ തന്നെ നടപടികൾ പൂർത്തിയാക്കുന്നതാണ് നല്ലത്. മസ്റ്ററിംഗ് സംബന്ധിച്ച് നിങ്ങളുടെ പെൻഷൻ രേഖകളിലും ബന്ധപ്പെട്ട ഔദ്യോഗിക സംവിധാനങ്ങളിലും ലഭിക്കുന്ന വിവരങ്ങൾ പരിശോധിക്കുക. പ്രത്യേകിച്ച് പ്രായമായ പെൻഷൻ ഗുണഭോക്താക്കൾ ഈ തീയതി പ്രത്യേകം കുറിച്ചു വയ്ക്കണം. ഒറ്റനോട്ടത്തിൽ പ്രധാന കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ പെൻഷൻ അപ്ഡേറ്റിലെ പ്രധാന കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. ഓഗസ്റ്റ് 19 മുതൽ പെൻഷൻ വിതരണം ആരംഭിച്ചതായാണ് റിപ്പോർട്ട്. ജൂലൈ മാസത്തെ പെൻഷൻ വിതരണത്തിനായി ഏകദേശം 1095 കോടി അനുവദിച്ചതായാണ് റിപ്പോർട്ടുകൾ. 3000 പെൻഷൻ സംബന്ധിച്ച വാഗ്ദാനം ചർച്ചകളിലുണ്ടെങ്കിലും ഇപ്പോൾ 3000 ലഭിക്കുന്നു എന്നതിന് ഔദ്യോഗിക സ്ഥിരീകരണം കാണുന്നില്ല. ഏകദേശം 62.22 ലക്ഷം ഗുണഭോക്താക്കളാണ് ഉള്ളത്. മസ്റ്ററിംഗ് 2026 സെപ്റ്റംബർ 30 വരെ. ഇവയാണ് ഇപ്പോഴത്തെ പ്രധാന വിവരങ്ങൾ. പെൻഷൻ വാങ്ങുന്ന നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഈ വിവരം തീർച്ചയായും ഷെയർ ചെയ്യുക. പ്രത്യേകിച്ച് മസ്റ്ററിംഗ് തീയതി പലരും ശ്രദ്ധിക്കാതെ പോകാൻ സാധ്യതയുള്ളതിനാൽ ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. പെൻഷൻ തുകയിൽ മാറ്റം, പുതിയ സർക്കാർ ഉത്തരവ്, മസ്റ്ററിംഗ് സംബന്ധിച്ച പുതിയ അറിയിപ്പ് തുടങ്ങിയ ഔദ്യോഗിക അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ട്രിപ്പിൾ പി വാർത്താ ചാനൽ അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും. ഇത്തരം കേരള സർക്കാർ പെൻഷൻ വാർത്തകൾ കൃത്യമായി അറിയാൻ ട്രിപ്പിൾ പി വാർത്താ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ട്രിപ്പിൾ പി വാർത്താ ചാനൽ, വാർത്തകൾ അറിയാം, സമയത്ത് അറിയാം. നന്ദി.